എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷിന്നും ഓഫീസിലേക്ക് വരുന്ന സമയം അവിടുത്തെ ഡോറില് ഹാൻ ഇന്ന് മുതൽ വർക്ക് ചെയ്യാനായിട്ട് വരികയാണല്ലോ, അവളുടെ പേരും അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഷിന്നും അകത്തേക്ക് വരുന്ന സമയം അവിടെ ഒരാൾ നിൽക്കുന്നത് അവന് കാണുന്നുണ്ട്. അതൊരു മുത്തശ്ശിയായിരുന്നു. ഇവൻ അവരെ അറിയാം. ഇവന്റെ വീടിനടുത്ത് അവര് പച്ചക്കറിയും മറ്റും വിൽക്കുന്നുണ്ട്. നിങ്ങൾ മരിച്ചുപോയോ? നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മരിച്ചൊന്നുമില്ല. അപ്പോഴാണ് ഹാൻ അവിടേക്ക് വരുന്നത്. നിങ്ങൾ നേരത്തെ വന്നോ, ഞാൻ നിങ്ങൾക്ക് കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് അവളും കാണുന്നത്. എനിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അവരെയും തൊട്ടു നോക്കുന്നു. എനിക്ക് തൊടാനും പറ്റുന്നുണ്ട്. അവനും ഇത് പ്രേതമൊന്നുമല്ല എന്ന് അവളോട് പറയുന്നുണ്ട്. അല്ലേ മുത്തശ്ശി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ മരിക്കണമെന്ന് കാണാൻ എന്താ ഇത്ര ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ക്ഷമ ചോദിക്കുന്നു. ഹാനും ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവനും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ എന്തിന് ഇവിടേക്ക് വന്നത്? ഞാൻ ഒരു സഹായത്തിന് വന്നതാണ്. എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്റെ മരിച്ചുപോയ ഹസ്ബൻഡ് അദ്ദേഹത്തെ കുറിച്ചാണ്. ആ സമയം അവിടെ ഒരു പ്രേതം വന്നു നിൽക്കുന്നുണ്ട്. അത് അവരുടെ ഹസ്ബൻഡാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി ഷിനും അവരോട് മുടിയൊക്കെ നരച്ച തിക്കായ പുരികമൊക്കെ ഉള്ള ആളാണെന്ന് ചോദിക്കുമ്പോ അതെ എന്ന് അവരും പറയുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും അസുഖമുണ്ടോ? അയാളും അവിടെ നിന്ന് പെറുപിറുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ അവരോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനവരും അദ്ദേഹത്തിന് അൽഷിമേഴ്സ് ഉണ്ടായിരുന്നു. ചില സമയം ഓർമ്മയൊക്കെ തിരികെ കിട്ടും. പക്ഷെ മിക്കവാറും പഴയ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അയാളും ഇവരുടെ ഷൂസിലേക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഷെനും ഷൂസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അദ്ദേഹം ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? അദ്ദേഹം ഒരു ഷൂ മേക്കർ ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു ഷൂ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷം 1979. ഈ മുത്തശ്ശിയും ചെറുപ്പക്കാരിയായിരുന്ന സമയം അവരും വഴിയിലൂടെ നടന്നു പോകുന്നുണ്ട്. ആ സമയമാണ് ഒരു ഷോപ്പില് ഇരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഷൂ ഉണ്ടാക്കുന്നത് അവളും കാണുന്നത്. അവളും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഷൂ നോക്കാൻ വേണ്ടിയിട്ടാണോ വന്നിട്ടുണ്ടായിരുന്നത്? ഇത് വർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. അവളും ഞാൻ ഷൂ നോക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ സമയം ഞാൻ സ്വന്തമായി ഒരു ഷോപ്പ് തുറക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്റെ പാരന്റ്സ് എനിക്ക് വേണ്ടി കല്യാണത്തിന് കുറച്ച് പണം ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ബിസിനസ് തുടങ്ങാന്നാണ് ഞാനും വിചാരിച്ചത്. ഞാൻ ഫാഷൻ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ഇവളും ഒരു ഷോപ്പൊക്കെ തുടങ്ങുന്നുണ്ട്. ഇവനെയും പാർട്ട്ണർ ആക്കാമെന്ന് ഇവളും കരുതുന്നുണ്ട്. അവനും ഒരു കാര്യം പറയുന്നുണ്ട്. നല്ല ഷൂസ് ഉണ്ടാക്കുന്നത് പണമോ കിലോ വെച്ചിട്ടല്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ലെതർ വേണം. നിങ്ങൾ ഏത് കമ്പനിന്നാ ലെതർ വാങ്ങിക്കുന്നത്? എനിക്ക് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. അത് സോൻഹയാണ്. അവര് നോർത്ത് കൊറിയയിൽ നിന്നിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആരുടെയും സഹായം ഇല്ലാതെ അവര് സ്വന്തമായിട്ടാണ് ലെതർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവരെയും കൂട്ടുപിടിച്ച് ഇവളും ഒരു ഷോപ്പ് ഒക്കെ തുടങ്ങുന്നുണ്ട്. ഐഡിയൽ ഷൂസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഇവരും തുടങ്ങുന്നു. അത് കേട്ട് ഹാനം, ഐഡിയൽ ഷൂസ് നിങ്ങളാണോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഞാനിട്ടിരിക്കുന്ന ഈ ഒരു ഹീൽസും ഐഡിയൽ ഷൂസിൽ നിന്നിട്ടാണ്. ഇത് 1981 നിർമ്മിച്ചിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് ഷൂയില് നല്ല സെലക്ഷൻ ഉണ്ടല്ലോ. ഷിനും എന്നിട്ട് എന്താ നിങ്ങൾ ജോലി വിട്ടിട്ടുണ്ടായിരുന്നത്? അവരും ഞങ്ങൾ 3 പേരും ചെറിയ പൈസയിലാണ് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷൂസ് നന്നായി തീരുമെന്ന് ഞങ്ങൾക്കും അറിയായിരുന്നു. സോൻഹ്വ ലെതർ ഉണ്ടാക്കും, ഇവള് അത് ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ കണ്ട് അവളുടെ ഹസ്ബൻഡ് ഷൂസ് ഉണ്ടാക്കും. അവരും പുതിയതായിട്ട് നിർമ്മിച്ച ഒരു ഷൂസും ഡിസ്പ്ലേയിൽ വെക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേർ അത് വാങ്ങാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചു നാൾ കൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ്സും വളരുന്നുണ്ട്. ഒരുപാട് സ്റ്റാഫും ഇവർക്ക് വരുന്നു. പിന്നീടാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. സോൻഹ നോർത്ത് കൊറിയയിൽ നിന്നും ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവളുടെ കുട്ടിയെ തന്നെ അവിടെ വിട്ടിട്ടാണ്. കുട്ടി ഇപ്പോൾ നോർത്ത് കൊറിയയിലും. എനിക്കൊരു ആഗ്രഹമുണ്ട്, നോർത്ത് കൊറിയയിൽ പോയി എന്റെ മകനെ ഒന്ന് കാണണമെന്ന്. നമ്മള് നന്നായിട്ട് തന്നെയാണ് പൊക്കോണ്ടിരുന്നത്, മറ്റൊന്നും പേടിക്കാനില്ല എന്നൊക്കെയാണ് ഞങ്ങളും കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സോൻഹോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവളൊരു സ്പൈ ആണെന്ന് കരുതിയിട്ട് അവള് നോർത്ത് കൊറിയയിലേക്ക് പണം അയക്കുന്നുണ്ടായിരുന്നു, അവളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവളും പറയുന്നുണ്ടായിരുന്നു നോർത്ത് കൊറിയയില് അവളുടെ ഫാമിലിക്കായിട്ടാണ് പണം ഞാൻ അയച്ചു കൊടുത്തതെന്ന്. ഇവരും പ്രതികരിക്കുന്നുണ്ട് അവള് സ്പൈ ഒന്നുമല്ല എന്നൊക്കെ. അതിന് പോലീസും അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നോർത്ത് കൊറിയയുമായി ഇവർക്കെന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആ ഷോപ്പും അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിനുള്ള ഞങ്ങളുടെ വർക്കേഴ്സിന്റെ ഭാവി ഇല്ലാതാകും. അതുകൊണ്ട് സോൻഹോയെ നോക്കാതെ ഞങ്ങൾ ആ ഷോപ്പ് റീഓപ്പൺ ചെയ്തു. പിന്നെ വൈകിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവള് ജയിലിൽ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നെന്ന്. നമ്മൾ നേരത്തെ തന്നെ അവളെ പോയി കണ്ടിരുന്നെങ്കിൽ അവളെ ഞങ്ങൾക്ക് രക്ഷിക്കാനാകുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായി. ഇവരും ചിലരോട് അന്വേഷിച്ചിട്ട് അവരുടെ മകനെ നോർത്ത് കൊറിയയിൽ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണാനായിട്ട് സാധിച്ചില്ല. അവസാനം എന്റെ ഹസ്ബൻഡ് ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഓഹരിയുടെ 1/3 ഭാഗം സോൻഹോയുടെ മകന് ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് അവളുടെ മകനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐഡിയൽ ഷൂസിന്റെ അനന്തരാവകാശി ഈ ഒരു ഭാഗം സോൻഹോയുടെ മകന് കൊടുക്കണം. അതായത് ഈ മുത്തശ്ശിയുടെ മകൻ. അവനാണെങ്കിൽ മറ്റൊരു വക്കീലിനെ കാണുന്നുണ്ടായിരുന്നു. അത് ഹാനിന്റെ സുപ്പീരിയർ ആയിരുന്നു. അത്രയും ഷെയർ അവന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി അത് സാരമായിട്ട് ബാധിക്കും. സുപ്പീരിയറും നിങ്ങളുടെ അമ്മ ഈ ഒരു വിൽപത്രത്തിന് എതിരായിട്ട് നിന്നാ നമുക്ക് ഈ കേസ് ജയിക്കാനാകും. നിങ്ങളുടെ അമ്മ എന്താണ് പറയുന്നത്? അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അച്ഛന്റെ വിൽപത്രം എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ
അതേപോലെ ചെയ്യാനേ അവര് പറയൂ. അതുകൊണ്ട് സോൻഹോയുടെ മകനായ യുൻസോങ്ങിനെ പോയി കണ്ട് ഈ വിൽപത്രത്തിന്റെ കാര്യം അമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്രയും പണമുണ്ടായിരുന്നിട്ടും ഇപ്പോഴും വഴിയോര കച്ചവടം ചെയ്താണ് അവർ കഴിയുന്നത്. ഒറ്റയ്ക്കൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഒരുപാട് അവരെ നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുവേണ്ടി കോടതിയിൽ പോകാനും ഞാൻ മടിക്കില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും ഈ കേസ് വിജയിക്കണം. ഇവിടെ ശിനം മകനോട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാറുന്നല്ലേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ മകനെതിരായിട്ട് പോകേണ്ടി വരും. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, അവനത് ചെയ്യാനായിട്ട് തയ്യാറായില്ല. ഞാനും നിങ്ങൾക്ക് പണം കുറഞ്ഞ അളവിൽ കൊടുത്ത് ഇത് ശരിയാക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ മകൻ പറയുന്നത് പോലെ അത് ശരിയാവില്ല. ഇത് കോടതിയിൽ പോയാലും സാരമില്ല. ഹസ്ബൻഡിന്റെ വിൽപത്രം അനുസരിച്ച് ചെയ്യാനാണ് എനിക്കിഷ്ടം. അവരും ഇവർക്ക് കുറച്ച് ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്. സോൻഹോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിലുണ്ട്. ശിനം ഈ ഒരു കേസ് ഞങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവരും അത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും അയാൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്റെ പേര് കങ്ങെന്നാണ്, ഞാനൊരു ഷൂ മേക്കറാണ്. ഇവരും പരിചയപ്പെടുന്നുണ്ട്. ഇയാൾക്ക് ഡിമെൻഷ്യ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇയാളുടെ ഭാര്യയാണെന്ന് ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾക്ക് ആകെ കൂടി അറിയാവുന്നുള്ളത് ഇയാളുടെ ചെറുപ്പകാലത്ത് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്റെ കയ്യില് അവര് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ എടുത്തു തരാനായിട്ട് ഷിനം ആവശ്യപ്പെടുന്നുണ്ട്. അതിനവളും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രേതവും കയറിയല്ലോ, അത് സാരമില്ല, അയാൾക്ക് ഓർമ്മകള് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചെയ്യണം. അദ്ദേഹത്തെ കണ്ടിട്ട് അത്ര അപകടകാരിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ ദേഹത്ത് കയറിയാലും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവനും ഇവരുടെ ആ ഒരു ഫോട്ടോയും എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ഷിന്നിന്റെ ദേഹത്തേക്ക് കങ്ങിന്റെ പ്രേതവും കയറുന്നുണ്ട്. അയ്യോ, ഞാൻ ഒരുപാട് വൈകിപ്പോയല്ലോ. ഇവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ എവിടെ പോയി? ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പ് എവിടെയാണ്? എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് പോകണം. എനിക്ക് ഷൂസ് ഉണ്ടാക്കാൻ സമയമായി. എന്റെ കസ്റ്റമേഴ്സ് അവര് വെയിറ്റ് ചെയ്യായിരിക്കും. സമയത്തിന് ഷൂ കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. ഹാനം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പഴയ പോലെയൊന്നും അല്ല ഇപ്പോ ആ സ്ഥലം. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എനിക്ക് വേഗം പോയേ മതിയാകൂ. എനിക്കും അവിടെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ കൊണ്ടാക്കാമെന്ന് അവളും പറയുന്നുണ്ട്. ഒരു സെക്കൻഡ്, നിങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവളും പോകുന്നുണ്ട്. അവള് പോയിട്ട് തിരിച്ചു വരുമ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവള് വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കുന്നുമില്ല. ഇവിടെ ഷിനും അവിടേക്ക് നടന്നു നോക്കുന്നുണ്ട്. ആ മുത്തശ്ശൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അവിടെ നിൽക്കുന്ന ഒരു ലേഡിയോട് ഇയാളുടെ ഗ്രാമത്തിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അവിടേക്ക് എപ്പോഴാ ബസ്? ആ ബസ് വരുന്നുണ്ടെന്ന് അവരും പറയുന്നുണ്ട്. അങ്ങനെ അവനും ആ ബസ്സിൽ കയറി പോകുന്നുണ്ട്. ഇക്കാര്യം ഹാനും കാണുന്നുണ്ട്. ഇവളും ഒരു ടാക്സി പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. ഷിനും ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവനും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ആ സ്ഥലം തന്നെ ആവാനാണ് സാധ്യത. അവിടുത്തെ കടക്കാരി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇതെന്താ ഇവിടേക്ക്? ഞാനൊരു ഷൂ ഉണ്ടാക്കുന്ന ആളാണ്. അവനെന്തോ പിച്ചുമ്പയും പറയാണെന്ന് പറഞ്ഞ് അവളും അവനവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം അയാളും അവിടെ നിന്നും നടന്നു പോകുന്നുണ്ട്. ഹാനും ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു വഴികളിലൂടെ അവളും പോകുന്നുണ്ട്. അവൾ നോക്കുമ്പോ പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം അവനെയും ഒരു സ്കൂട്ടറുകാരൻ ഇടിക്കാനായിട്ട് പോകുമ്പോ അവനും ആ ഒരു റോഡിൽ വീണ് പോയിട്ടുണ്ടായിരുന്നു. അവനും അവിടെ നിന്ന് നടന്നു പോകുന്നു. അവളും അവനെ തിരക്കി അവിടെ വരുന്ന സമയം അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി നടന്നു നോക്കുമ്പോ അവനോട് ഉരുടിത്തിരിക്കുന്നത് അവള് കാണുന്നുണ്ട്. അവനും അവളുടെ ഷൂ ഒക്കെ നേരെയാക്കി കൊടുക്കുന്നുണ്ട്. ഇവളും അവന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് അയാളും നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് ഈ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കില്ല. ശേഷം ഇവരും ഓഫീസിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ കേസിനെ കുറിച്ച് നിങ്ങൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? ഞാൻ കരുതുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ വിൽപത്രം അനുസരിച്ച് കാര്യങ്ങൾ നോക്കാമെന്നാണ്. ഇവിടെ സുപ്പീരിയറും ചെയർമാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഐഡിയൽ ഷൂസിന്റെ കേസ് മറ്റാരെങ്കിലും ഏൽപ്പിച്ചോ എന്ന് ചെയർമാനും. ഞാൻ തെളിവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനയാളും ഷിന്നിനും ഹാനിനും എതിരായിട്ടാണ് നീ നിൽക്കാനായിട്ട് പോകുന്നത്. ചിലപ്പോ പേഴ്സണൽ ഫീലിങ്സ് ഈ കേസുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഈ കേസ് ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനവനും അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാവില്ല. ഞാൻ ആരാണെന്ന് ശരിക്കും ഞാൻ തെളിയിച്ചു കാണിക്കും. അതയാൾക്കും ഇഷ്ടമാകുന്നുണ്ട്. ശേഷം ഇവനും കങ്ങിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെയാണോ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. പക്ഷെ എവിടേക്ക് കണ്ടതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അയാളും അവിടേക്ക് നോക്കുന്നുണ്ട്. ആ സമയം ഒരു പെട്ടി ഇയാൾക്ക് എവിടെ ഓർമ്മയുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇതെന്തായിരുന്നു ഇത്? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആ സമയം ആ മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട്. ഇതെന്റെ ഹസ്ബൻഡിന് ഉള്ളതാണ്. ഇവരും ആ ഒരു തെളിവുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഷിന്നിന്റെ ദേഹത്ത് കങ്ങും കയറിയിട്ടുണ്ടായിരുന്നു. അളിയൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ പുതിയൊരു ഷൂ ആണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെന്ത് ഷൂ അത്? അതിനോളം അത് ഇടാൻ സുഖമുള്ള പുതിയ തരത്തിലുള്ള ഷൂസ് ആണെന്ന് പറയുമ്പോ അയ്യേ, ഇതുപോലത്തേക്ക് ആരാ ധരിക്കുക എന്ന് പറഞ്ഞ് അത് ജനാല വഴി പുറത്തേക്ക് എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവരും ഒരുപാട് എടുത്തു പോയി അന്വേഷിക്കുന്നുണ്ട്. ഇവനും ഒരു ഷോപ്പിൽ പോകുമ്പോ അവിടെ ഒരു ഷൂസ് ഇരിക്കുന്നത് ഇവന്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ആ സമയം ആ ഒരു മുത്തശ്ശനും ഇവന്റെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹാനും അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവരും സോൻഹോയുടെ മകനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ശരിക്കുള്ള സ്ഥലം നോർത്ത് കൊറിയയല്ലേ? അവിടെ നിന്ന് എപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് അമ്മ
നോർത്ത് കൊറിയ വിട്ടിട്ട് ഇവിടേക്ക് വന്നത്. എന്റെ ആന്റിയാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവർ മരിച്ചപ്പോ ഞാൻ ഇവിടേക്ക് വന്നതാണ്. നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ ലെതർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെന്താ അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ കാരണം? അതിനവനും ആ ഒരു ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അവര് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ജോലിയാണ്. അമ്മയും ഇതേ ജോലിയാണ് ചെയ്തിരുന്നതെന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്കും വിഷമമായിട്ടുണ്ടായിരുന്നു. അമ്മയെക്കുറിച്ച് എന്തൊക്കെ അറിയാം? നോർത്തിലേക്ക് അമ്മ പണം അയക്കാറുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങോട്ടേക്ക് അമ്മ വരാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ അവര് ജയിലിലായ കാര്യമൊന്നും മകൻ അറിയില്ല. ഷിന്നും ഹാനോട് സമയം കിട്ടുമ്പോ അവന്റെ അമ്മയുടെ സത്യങ്ങള് അവനോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വരാനായിട്ട് ഹാനോട് പറയുന്നുണ്ട്. ആ സമയം ഹാനും ഒരു ഗിഫ്റ്റ് ഷിന്നു കൊടുക്കുന്നുണ്ട്. അതിൽ ഷിൻ എന്ന പേരും അവളുടെ ഫോൺ നമ്പറും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇനിയും നീ മിസ്സായി പോയി കഴിഞ്ഞാലോ, അതിനു വേണ്ടിട്ടാ അങ്ങനെ ചെയ്തത്. ഇവിടെ പ്രേതവും ഞാനൊരു പ്രേമം ഇവിടെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷിന്നിനെയും കളിയാക്കുന്നുണ്ട്. ഈ മുത്തശ്ശനും അയാളുടെ പഴയ കാര്യങ്ങള് ഓർമ്മ വരുന്നുണ്ട്. ഇയാള് നേരത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെട്ടിയും ഇയാൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ സമയം പ്രേതവും അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അയാളും അയാളുടെ വീട്ടിലേക്കാണ് വരുന്നത്. പെട്ടിയും എടുക്കുന്നുണ്ട്, ഒരു കറുത്ത പെട്ടി. അയാളും അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. ശേഷം സുപ്പീരിയറും ഹാനിനെ കാണാൻ വേണ്ടി ഷിന്നിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവൾക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാം. പുതിയതായിട്ട് അവള് ചെറിയൊരു ഓഫീസ് തുടങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനും വന്നത്. പക്ഷേ അവൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവനും അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ഹാനിനെ കാണാൻ വേണ്ടി അവളുടെ അച്ഛനും വരുന്നുണ്ട്. നിനക്ക് ഞാൻ ലഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഓഫീസിൽ തന്നെയാണോ? ആ സമയം ഒരു ലഞ്ച് ബോക്സും സീറ്റിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്ന സമയം അയാൾ അത് പിടിക്കുന്നുണ്ട്. ആ സമയം അയാളുടെ ശ്രദ്ധ തെറ്റി സുപ്പീരിയറിന്റെ കാറിൽ വന്ന് ഇടിക്കുന്നുണ്ട്. സുപ്പീരിയർ ദേഷ്യത്തോടെ ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചേ? നിങ്ങൾ റോഡിൽ നോക്കിയല്ലേ വണ്ടി ഓടിക്കുന്നത്? ഈ ഒരു ഭാഗം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടാക്സിയുടെ അത്രയും പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. അയാളും ക്ഷമ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കുടിച്ചിട്ടാണോ വണ്ടി ഓടിച്ചത്? അല്ലെന്ന് അയാളും. അപ്പോഴാണ് ഹാനും അച്ഛന്ന് വിളിച്ച് അവിടേക്ക് വരുന്നത്. സുപ്പീരിയറിനും അത് ഹാനിന്റെ അച്ഛനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഞാനിത് നോക്കിയപ്പോ ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഇല്ല, എനിക്ക് പറ്റിയൊന്നുമില്ല. നിങ്ങൾക്കോ? എനിക്ക് ഒരു കുഴപ്പമില്ല. സുപ്പീരിയറിന്റെ അടുത്ത് അവളും നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്റെ അച്ഛനും. നിനക്ക് ഇയാളെ അറിയോ? നിങ്ങൾ ഹാന്റെ അച്ഛനായിരിക്കും അല്ലേ? ഇവള് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സുപ്പീരിയർ ആണ് ഞാൻ. എന്ത് പറ്റിയത് അച്ഛാ? ലഞ്ച് ബോക്സ് താഴേക്ക് വീഴാനായിട്ട് പോയതാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ വന്ന് ഇടിച്ചതാണ്. അവളും നമുക്കിത് ഇൻഷുറൻസ് വെച്ച് ശരിയാക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ലെന്ന് അയാളും. നിന്റെ അച്ഛൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാനാണ് ഈ കാറ് കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെന്ന് അച്ഛനും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാനാ ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളും പോകുന്നുണ്ട്. ഹാനും സുപ്പീരിയറിനെ വിളിക്കുന്നുണ്ട്. ആ സമയമാണ് കാറിനകത്ത് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റും അവൾ കാണുന്നത്. ഇത് ആർക്ക് വേണ്ടിട്ടാ? അത് വേറെ ആർക്കും വേണ്ടിയിട്ടില്ല എന്ന് അവന് പറയുമ്പോ ഇതിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ടല്ലോ, എന്നെ കാണാൻ വേണ്ടിട്ടാണോ ഇവിടേക്ക് വന്നത്? ഇത് നിനക്ക് വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ അവനും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഷിനും മുഖം കഴുകാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ഇവനും ബോധം വരുന്നത്. ഞാനിത് എവിടെയാ? അവനും കങ്ങിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിത് എവിടെ ചെയ്യുന്നത്? അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ എന്റെ കൈക്ക് പറ്റിയത്? എന്റെ ഫോൺ എവിടെയാണ്? ആ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ ഷൂസ് ഉണ്ടാക്കുകയായിരുന്നു. ഷൂസോ? ആർക്ക് വേണ്ടി? അതെനിക്ക് ഓർമ്മയില്ല. ഷിനും ഓഫീസിലേക്ക് വരുന്നുണ്ട്. അളിയനും അവിടെ നിൽക്കുന്നത് കണ്ട് ഈ പ്ലാന്റ് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോ അവനും ഹാനിന്റെ സുപ്പീരിയർ വന്നിട്ടുണ്ടായിരുന്നു. അവര് മിക്കവാറും ഡിന്നർ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരിക്കും, നീ വിളിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവൻ ശരിക്കും അവളെ അന്വേഷിക്കുന്നുണ്ട്. അളിയനും അവന്റെ അടുത്ത് വന്നിട്ട് നിന്നെ ഒരാള് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവനും റെസ്റ്റോറന്റിലേക്ക് വന്ന് നോക്കുമ്പോ ഹാനും അവനെയും കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. നീ എന്താ അവിടെ ചെയ്യുന്നത്? നിങ്ങൾ എവിടേക്കാ പോയത്? കാറ് പാർക്ക് ചെയ്തിട്ട് വരാന്നല്ലേ എന്നോട് പറഞ്ഞത്? ഫോണും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്റെ ഫോൺ കളഞ്ഞു പോയി. നിങ്ങള് സുപ്പീരിയറിന്റെ കൂടെ പോയെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി, അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കൂടെ പോയത്. നിങ്ങൾക്ക് ദേഷ്യമാണെന്ന് ചോദിക്കുമ്പോ അവളും ഞാൻ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, ഞാൻ വളരെ ടയേർഡാണ്. പക്ഷെ അവനും കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവനും പറയാതെ പോയിട്ടുണ്ടായിരുന്നല്ലോ, ഞാനിനി പറയാതെ എങ്ങും പോകില്ലെന്ന് അവനും പറയുന്നുണ്ട്. നിങ്ങൾ ഡിന്നർ കഴിച്ചോ? ഇല്ലെന്ന് അവളും. ഇതൊക്കെ മാറ്റിവെച്ച് നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോകാന്ന് പറഞ്ഞ് അവനും അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ കേസിന്റെ ട്രയലിന്റെ ദിവസം വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കോടതിയിലേക്ക് പോകുമ്പോ സുപ്പീരിയറും ചെയർമാനും അവിടെ നിൽക്കുന്നത് ഇവര് കാണുന്നുണ്ട്. ഇവരുടെ എതിർഭാഗമാണ് അവർ രണ്ടുപേരും. ആ ട്രയലിന് വരാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ അവരിവിടെ നിൽക്കുന്ന സമയമാണ് ഒരു റൂമിന്റെ ഡോറ് തുറക്കുമ്പോ അവിടെ ഒരു പെട്ടി ഇരിക്കുന്നത് ഇവരും കാണുന്നത്. അതാ കറുത്ത പെട്ടിയാണ്. എന്താ ഇവിടെ ഇരിക്കുന്നത്? അവരും ആ ഒരു പെട്ടിക്കകത്ത് നോക്കുമ്പോ ഒരു ചുവന്ന നിറത്തിലെ ഷൂ ആയിരുന്നു അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അവരും അത് കാണുമ്പോ ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. പിന്നെ മുത്തശ്ശനെ കാറിൽ ഇരുത്തിയിട്ടായിരുന്നു ട്രയലിന് വന്നിട്ടുണ്ടായിരുന്നത്. അയാളാണെങ്കിൽ വഴിയിൽ വെച്ച് മുത്തശ്ശിയെ കണ്ടിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി സമയമായിട്ടും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കങ് എവിടെയാണെന്ന് അവളും ചോദിക്കുമ്പോ ഞാൻ കാറിലിരുത്തിയിരിക്കുകയാണ്, അയാൾ ഇവിടേക്ക് വരില്ല എന്നും പറയുന്നുണ്ട്. 1979 കങ്ങും സോൻഹോയും ജോങ്ങും ചേർന്നിട്ടാണ് ഐഡിയൽ ഷൂസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോൻഹോയുടെ ലെതർ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് അവരുടെ ബിസിനസ് ശരിക്കും വളരാനായിട്ടുള്ള കാരണം. അവര് ബിസിനസിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. അവരുടെ വർക്ക് കാരണമാണ് അതിന്റെ ചെയർമാൻ കങ്ങും അവരുടെ മകന് വേണ്ടി കുറച്ച് ഷെയർസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശിയും കോടതിയിലേക്ക് വരുന്നുണ്ട്. പിന്നാലെ കങ്ങും. ഞാൻ പറയുന്നത് കങ്ങ് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു വിൽപത്രം നടപ്പാക്കണം എന്നാണ്. അതിലെ കുറച്ച് ഷെയർസ്
ഷൂസ് സോൻഹയുടെ മകനും കൊടുക്കണം. ആ മുത്തശ്ശി അവിടെ വരുന്നത് ഷിനും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെ കങ്ങും വരുന്നത് കാണുമ്പോ അവനൊന്ന് ഷോക്കാകുന്നുണ്ട്. സുപ്പീരിയറും ആ വിൽപത്രം നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് ശരിക്കുള്ള വിൽപത്രം തന്നെയാണോ? അതിനവളും ചെയർമാന്റെ ഭാര്യ അത് തന്റെ ഹസ്ബൻഡിന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണെന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഡോക്യുമെന്റ്സിലും അതുണ്ട്. അത് ശരി തന്നെയാണ്. ഞങ്ങള് ഡോക്യുമെന്റ് അനാലിസിസ് ചെയ്ത് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാ ചെയർമാൻ എഴുതിയത് തന്നെയാണ്. പക്ഷേ പ്രശ്നം അതല്ല. ഈ വിൽപത്രം എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? അത് 2019. അതെ, അത് തന്നെയാണ് പ്രശ്നം. ചെയർമാന്റെ അൽഷിമേഴ്സ് 2021 വളരെ കൂടിയിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയോ മകനെയോ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അതിനാ വിൽപത്രം 2019 എഴുതിയിട്ടുണ്ടായിരുന്നത്. 2 വർഷം മുന്നേ ശരിക്കും 2019 തന്നെയാണോ അത് എഴുതിയത്? ആ വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന മഷിയുടെ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നെപ്പോളിയൻ ഫൗണ്ടൻ പെൻ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ കമ്പനി കറുത്ത മഷിയുടെ pH കൂട്ടിയിട്ടുണ്ടായിരുന്നു. 6.7 നിന്നും 7.2 അതിന്റെ സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് നവംബർ 2022 അവര് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ള ആ ഒരു മഷിയുടെ pH 7.2 ആണ്. അതുകൊണ്ട് ഈ വിൽപത്രം 2019 എഴുതിയത് എന്നുള്ളത് തെറ്റായ കാര്യമാണ്. ഇത് എഴുതിയത് 2022 നവംബറിന് ശേഷമായിരിക്കണം. ആ സമയം അൽഷിമേഴ്സ് ബാധിച്ച് ഇയാൾക്ക് മകനെ ഭാര്യയും ഒട്ടും തന്നെ ഓർമ്മയില്ലാത്ത സമയമാണ്. അതുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് വിൽപത്രം എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ആ വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന രീതിയും മറ്റൊരാളുടേതായിട്ട് സാമ്യമുണ്ട്. അത് ആ മുത്തശ്ശിയുടേതാണ്. അപ്പോഴാണ് മുത്തശ്ശി പഴയൊരു കഥ ഓർമ്മിക്കുന്നത്. ഇവളും കങ്ങിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അവനും ഒരു ചുവന്ന ഷൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം സോൻഹോയും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങള് ഷൂസ് ഉണ്ടാക്കി കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മില് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവര് തമ്മില് എന്തോ ബന്ധമുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലായി. അത് കണ്ട് വിഷമിച്ച് അവളും അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴാണ് കങ്ങും ഒരു കാര്യം ഓർമ്മിക്കുന്നത്. ഇയാൾക്ക് ഡിമെൻഷ്യ ബാധിച്ചിരിക്കുന്ന സമയം അവർ പറയുന്നത് മാത്രമേ ഇയാള് കേൾക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവര് പറഞ്ഞ പ്രകാരമാണ് അയാളും ആ ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനൊരു കാരണമുണ്ട്. പണ്ട് സോൻഹ്വ പയ്യാണ് എന്നുള്ള കാര്യം പോലീസിന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരാണ്. അത് കങ്ങും കേൾക്കുന്നുണ്ട്. മിലിറ്ററി ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തെളിവും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവരാണ് സോൻഹ്വയെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വയസ്സായപ്പോ ഇവർക്കൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവര് വിൽപത്രം മാറ്റി എഴുതിയത്. അതുകൊണ്ട് ഇത് ഫേക്ക് ആണ്. ആ സമയം ഷിനിന്റെ ദേഹത്ത് കങ്ങ് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഇത് എഴുതിയത്, ഞാനാണ് ഈ വിൽപത്രം എഴുതിയത്. ഹാനും വെള്ളം കൊണ്ടുവരാൻ അളിയനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹാനും അവന്റെ വായ പൊത്തിപ്പിടിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരു വലിയ രോഗമുണ്ട് എന്നൊക്കെ പറയുമ്പോ അളിയനും ഇവന്റെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന എല്ലാവരും അതിശയത്തോടെ നോക്കുന്നു. അപ്പോഴാണ് ഇവനും ബോധം വരുന്നത്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.